നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പിസ്സ എഗ്ഗ് കൊണ്ടുണ്ടാക്കുക നോക്കാം. നമുക്ക് ശ്രമിക്കാം. അതിന് മുട്ടയുടെ വെള്ള മാറ്റിയത് 3 എഗ്ഗിൻ്റെ വെള്ള, പിന്നെ ഒനിയൻ, പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ തക്കാളി, മല്ലിയില, ബീൻസ്, പിന്നെ ഗരം മസാല. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എഗ്ഗ് പിസ്സ എന്നാണ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവയാണ്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് എഗ്ഗ് കൊണ്ട് പിസ്സ ഉണ്ടാക്കാം. നമ്മൾ ഈ എഗ്ഗ് വൈറ്റ് വാറ്റിയെടുത്തത് നമുക്ക് മിക്സിയിലിട്ട് ആവശ്യാനുസരണം 1/2 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിയിൽ കൂടുതൽ ബീറ്റ് ചെയ്യുന്നത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിസ്സ പോലെ നല്ല കട്ടിയായി കിട്ടുന്ന ആവശ്യത്തിനാണ് നമ്മൾ ഈ മിക്സിയിലിട്ട് ചെയ്യുന്നത്. മിക്സിയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതോറും അതിന് നല്ല തിക്നെസ് ആയിട്ട് വരും, നല്ല പത പോലെ വരും. എഗ്ഗ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്ത് എഗ്ഗ് മുറിച്ചെടുത്തത്, സാധാ മല്ലി, ഒനിയൻ നമ്മൾ റിങ് ആക്കി എടുക്കുന്നു. ക്യാരറ്റ് ഡിസൈൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത്, തക്കാളി, ബീൻസ്, പച്ചമുളക്. ഈ ഡിസൈനിൽ ആണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ക്യാരറ്റ് ഇങ്ങനെ സൈഡിൽ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ എന്നിട്ട് സ്ലൈസ് ചെയ്യുക. പിന്നെ ഇതുപോലെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച എഗ്ഗ് വൈറ്റ്, എഗ്ഗിൻ്റെ വെള്ളം ഇതുപോലെ ഡിസൈൻ ചെയ്യണം. ഇത് നമുക്ക് ഇത് എഗ്ഗിൻ്റെ മുകളിൽ ഇട്ട് ഡിസൈൻ ചെയ്യാനാണ്. ഫ്രൈ പാൻ എടുത്തു, അതിലേക്ക് അല്പം 1/2 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ മിക്സിയിലടിച്ച എഗ്ഗ് വൈറ്റ് പാനിലേക്ക് സമ റൗണ്ടിങ്ങിൽ നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെക്കും. എല്ലാ ഭാഗത്തേക്കും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മളെ ബീൻസ് കട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത ബീൻസ്, പിന്നെ ഒനിയൻ റിങ് പോലെ കട്ട് ചെയ്തത് എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുക. അതുപോലെ ക്യാരറ്റ് ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തത്, പിന്നെ തക്കാളി നമ്മൾ എല്ലാ ഭാഗത്തും കാണത്തക്ക രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എഗ്ഗ് വൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ വെള്ള ഭാഗം, ബോയിൽ ചെയ്ത പുഴുങ്ങിയ മുട്ടയുടെ വെള്ള ഭാഗം ഇതുപോലെ ഡിസൈൻ കട്ട് ചെയ്തിട്ട് മുകളിൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് അടപ്പ് വെച്ചിട്ട് മൂടി വെക്കാം. ഈ മൂടി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂട് മുകളിലുള്ള വെജിറ്റബിൾ കുക്കാവുന്നതിന് വേണ്ടിയിട്ടാണ്, നല്ലതുപോലെ വേവാൻ വേണ്ടിയിട്ടാണ്. ആവി തട്ടി ഈ മുകളിലുള്ള വെജിറ്റബിൾ ഇതുപോലെ കുക്കായി വരും. അതുപോലെ തന്നെ നമ്മളെ എഗ്ഗ് നല്ലതുപോലെ കട്ടിയായി കിട്ടുന്നതിന് ഇത് നമ്മൾ അടപ്പ് വെച്ച് മൂടി വെക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതാ ഇപ്പോൾ റെഡിയാണ്. പിസ്സ റെഡി. എഗ്ഗ് കൊണ്ടുണ്ടാക്കിയ അടിപൊളി പിസ്സ റെഡി. നമുക്കിത്